ഹലോ, എൻ്റെ അച്ഛമ്മ എൻ്റെ വീട്ടിൽ നിന്ന് പോയിട്ട് ഏകദേശം 8 ദിവസം ആവാറായി. ഗൈസ്, അച്ഛമ്മ വീട്ടിലില്ല. ഈ വീടിൻ്റെ ആദ്യം പറഞ്ഞ പോലെ അച്ഛമ്മ വീട്ടിൽ നിന്ന് പോയിട്ട് ഏകദേശം 8 ദിവസം ആവാറായി. എവിടെ പോയി എന്നുള്ളത് കാണിച്ചാൽ, അതുപോലെ തന്നെ ഈ വീട്ടിൽ അച്ഛമ്മ ഉള്ളവിടെ ഇപ്പോൾ ഉള്ളവിടെ പോയിട്ട് അച്ഛമ്മനെയും കാണിച്ചു തരാം കേട്ടോ. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയണ്ടേ. അച്ഛമ്മനെ നീല ചെയർ എപ്പോഴും വീടിന് ഉമ്മർത്ത് തന്നെ ഉണ്ട് കേട്ടോ. കാരണം നരച്ച ചെയറാണ് കേട്ടോ. നരച്ച് എൻ്റെ ഓർമ്മ തൊട്ട് എനിക്ക് കുട്ടിക്കാലം തൊട്ട് കാണുന്ന ചെയറാണ്. അത് മാറ്റാനും സമ്മതിക്കില്ല, എന്നാൽ പുതിയത് വാങ്ങിച്ചു വന്നാൽ അതിലിരിക്കില്ല. ഇതാണ് അച്ഛമ്മൻ്റെ നീല ചെയർ. അതിന് അച്ഛമ്മ അവിടെ പോയി എന്ന് പറഞ്ഞാൽ പൽപ്പൊടിയും ബ്രഷൊക്കെ ഇവിടെ ഉണ്ട്. അച്ഛമ്മ അവിടെ പോയി എന്ന് പറഞ്ഞാൽ അച്ഛമ്മയ്ക്ക് ഒരു ബ്രദറുണ്ട്. അച്ഛമ്മയ്ക്ക് ഏക 2 മക്കളാണ്, ഒരു അനിയനും ഒരു അച്ഛമ്മയും. അനിയൻ മരണപ്പെട്ടു, അതായത് ഭർത്താവും അച്ഛനും അമ്മയും ഇല്ലതിന് ശേഷം ഏക ബ്രദറുള്ളൂ. അച്ഛമ്മയ്ക്ക് എല്ലാം ബ്രദറാണ്. എല്ലാ ദിവസവും ബ്രദറിനെ കുറിച്ച് പറയും. അത് ഈ തെങ്ങ് ബ്രദർ വെച്ചതാണ്, ആ തെങ്ങ് ബ്രദർ വെച്ചതാണ്. എല്ലാ ദിവസമായാലും ബ്രദറിനെ കുറിച്ച് അച്ഛൻ്റെ അനിയനെ കുറിച്ച് എപ്പോഴും പറഞ്ഞിട്ടിരിക്കും. ഞങ്ങളെ വീട്ടിൽ വഴക്കുണ്ടാക്കിയപ്പോൾ എൻ്റെ ബ്രദർ ഞങ്ങളുടെ ചോദിക്കാൻ വരോടാ, ബ്രദറിനെ വിളിച്ചതാ അല്ലെങ്കിൽ എൻ്റെ അനിയനെ വിളിച്ചതാ, ഞാൻ അവൻ്റെ അടുത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ എപ്പോഴും പറയും. അനിയൻ തന്നെ പറയും, ആങ്ങളെന്ന് പറയാം. ആങ്ങളെ മരണപ്പെട്ടു, വയ്യാണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അത് ഞങ്ങൾ എങ്ങനെ അച്ഛമ്മൻ്റെ പറയുന്നു പേടിച്ചിട്ടിരിക്കുകയായിരുന്നു. കാരണം അച്ഛമ്മയ്ക്ക് അത്രയ്ക്ക് ഇതാണ്. അച്ഛമ്മ എങ്ങനെ പറയും, അച്ഛമ്മനോട് എങ്ങനെ പറയും, അച്ഛമ്മയ്ക്ക് വയ്യാതെ എന്തെങ്കിലും വരുമെന്ന് പേടിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ മരണപ്പെട്ടിട്ട് അവിടേക്ക് പറയാണ്ടാണ് കൊണ്ടുപോയത്. നിങ്ങളുടെ അനിയനെ കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോവുക ചെയ്ത്. കൊണ്ടുപോയപ്പോൾ അച്ഛമ്മയ്ക്ക് അങ്ങനെ കരഞ്ഞ് ആകെ ഒരുമാതിരി ആയി. ഇപ്പോൾ ഒന്നത്തേക്ക് 8 ദിവസമായി അച്ഛമ്മ അവിടെയാണ്. ഇനി 10 ദിവസം കഴിഞ്ഞിട്ടാണ് വരാൻ പറ്റുള്ളൂ. ഇനി അച്ഛമ്മ ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാം ഈ വീഡിയോയിൽ. അച്ഛമ്മനോട് ടെൻഷൻ ആയതുകൊണ്ട് കുറച്ച് നാളായിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു, എങ്ങനെ അച്ഛമ്മനോട് പറയുന്നു കൊണ്ട്. അച്ഛപ്പം അപ്പോൾ അവിടെ മരണപ്പെട്ടതിന് ശേഷം അവിടേക്ക് പോയിരിക്കുകയാണ് അച്ഛമ്മ. അവിടുത്തെ ഞങ്ങളുടെ ചടങ്ങ് പ്രകാരം 10 ദിവസം കഴിഞ്ഞ് 14 ദിവസമൊക്കെയാണ് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അച്ഛമ്മനെ കാണിച്ചു തരാം കേട്ടോ അവിടെ പോയിട്ട്. ഇപ്പം ഞാനൊരു കുളിയൊക്കെ കഴിഞ്ഞ് അച്ഛമ്മ ഇപ്പോൾ ഉള്ള വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്, കുറച്ച് ദൂരമുള്ളൂ. ഇതാണ് അച്ഛമ്മൻ്റെ സഹോദരൻ കേട്ടോ, മരിച്ചുപോയ സഹോദരൻ. അച്ഛമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു. ഇനി അച്ഛമ്മനെ കാണിച്ചു തരാം കേട്ടോ. അതാ മുറിയിൽ ഇതാ അവിടെ കിടക്കുകയാണ് നമ്മുടെ അച്ഛമ്മ. എന്താണ്? എനിക്ക് വേണ്ട, എനിക്ക് പരിപാടിയുണ്ട്, വീഡിയോ എടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണ്ടേ. എന്താണ് എന്നിട്ട്? വന്നു ഒരു നിന്റെ എൻ്റെ കൂട്ടത്തോടെ എല്ലാവരും വരാ പൂജാകത്തിൽ വന്നു അപ്പടി എൻ്റെ നിന്റെ കൂട്ടം എന്നെ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം പ്രശ്നമാണ്. വീട്ടിക്ക് വേണ്ടേ കാണാക്കണ്ടേ? വീട്ടിക്ക് വേണ്ടേ? അല്ല, എന്നെ കണ്ടാൽ മാത്രം കുറച്ച് നേരം ചിരിക്കും. അത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ വീണ്ടും പഴയ പോലെ മിണ്ടാണ്ടിരിക്കും, പിന്നെ കരയും. ഇതാണ് അച്ഛമ്മൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഇവിടെ അച്ഛമ്മൻ്റെ വന്നിട്ട് അച്ഛമ്മ ഇവിടുത്തെ പോലെ വിഷമോ അല്ലെങ്കിൽ ദേഷ്യം വന്നു എന്ന് പറഞ്ഞാൽ കോളാമ്പിന്ന് എടുത്ത് നിലത്ത് കുത്തണ്ടാട്ടാ, ഇവിടെ ടൈലാണ് ഭയങ്കര ബുദ്ധിമുട്ടാവുന്ന അച്ഛമ്മൻ്റെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ദേഷ്യത്തിൽ ഇവിടുത്തെ കോളാമ്പി എടുത്ത് നിലത്തൊക്കെ കുത്തിയിട്ട് ടൈലൊക്കെ പൊട്ടിയെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അച്ഛമ്മൻ്റെ സഹോദരനെ കുറിച്ചിട്ട് ഇപ്പോൾ കഥ പറഞ്ഞു തരാണ് എനിക്ക്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് നമ്മുടെ അച്ഛമ്മനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. വീട്ടിലേക്ക് വന്നാൽ എന്ത്, ഈ വീഡിയോയിൽ കാണുന്ന പോലെ എപ്പോഴും ഇരുന്ന് കരയുക, ഒറ്റയ്ക്ക് ആരിനോടും മിണ്ടാണ്ട് കുറേ നേരം ഇരിക്കുക. പണ്ടത്തെ അച്ഛമ്മൻ്റെ സഹോദരനെ കുറിച്ചിട്ട് ഓരോന്ന് പറയുക. അതാണ് അച്ഛമ്മ മെയിൻ. അധികം ആരിനോടും മിണ്ടണമില്ല. പണ്ടാണെന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടേ ഇരിക്കുക. എപ്പോൾ വേണമെങ്കിൽ മിണ്ടാണ്ടിരുന്ന ഓരോ കാര്യങ്ങൾ ആലോചിക്കുകയാണ് അച്ഛമ്മ. കുറച്ച് ദിവസമായിട്ട് അല്ലെങ്കിൽ അച്ഛമ്മ അവിടെ പോയി വന്നതിന് ശേഷം പിന്നെ അധികം ആരിനോട് മിണ്ടുന്നില്ല. എപ്പോഴും മിണ്ടാണ്ടിരിക്കുക, പഴയ കാര്യങ്ങൾ പറയുക. എന്നോട് ഇടയ്ക്ക് വല്ല ചിരിക്കും, സംസാരിക്കും. പഴയ പോലെ ഒന്നും മൂടില്ല, സീരിയൽ കാണില്ല, അങ്ങനെ ഒന്നുമില്ല. മിണ്ടാണ്ട് കിടക്കുക, ഇരിക്കുക, അതിനോട് അധികം വഴക്കുണ്ടാക്കണില്ല. പക്ഷെ അച്ഛമ്മൻ്റെ മൂഡ് ഓഫ് മാറ്റാൻ കുറച്ച് വഴിയുണ്ട് കേട്ടോ. എന്നോടാണ് കൂടുതലും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അച്ഛമ്മനെ കുറച്ച് മൂഡ് ഓഫ് മാറ്റുന്ന കുറച്ച് പരിപാടികൾ കാണിച്ചു കൊടുക്കാട്ടോ. അച്ഛമ്മനെ ചിരിപ്പിക്കാട്ടോ മാക്സിമം. നോക്കച്ചമ്മ, എന്താണ് എപ്പോഴും വിഷമം? ഇവിടെ നോക്ക്, ക്യാമറ നോക്ക്. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കട്ടാ. നമ്മളില്ലേ ആരുള്ളത് തൊട്ട് കാണിക്ക്, അതാണ് ശരിക്ക്. എന്തൊക്കെ വന്നാലും വിഷമിക്കണ്ട. ഞാൻ നോക്കാം. വെറുതെ വിഷമിച്ച് കരഞ്ഞ് മൂഡ് ഓഫ് പോലെ ഇരുന്നിട്ടൊന്നും കാര്യമില്ല, മനസ്സിലായ? പഴയ പോലെ ആക്റ്റീവ് ആവണം. ഒരു 2 വഴക്കുണ്ടാക്കണം, ഒരു അടി ഉണ്ടാക്കണം, കോളാമ്പി എടുത്ത് കുത്തണം.
ഏ ഏ പഴയ പോലെ ആക്റ്റീവ് ആവണം കേട്ടാ. വേണ്ടേ? നിങ്ങളെ കാണാൻ എത്ര പ്രേക്ഷകരുള്ളതെന്നറിയാം. ഏത് വീഡിയോ ഇട്ടാലും അച്ഛമ്മ എവിടെയും ചോദിക്കും അല്ലേ? ഒരാള് സംസാരിക്കാൻ താല്പര്യമില്ല തോന്നുന്നു. നമ്മുടെ കയ്യിലൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല. വലിയ ആൾക്കാരായില്ലേ. ഇതുപോലെ അച്ഛമ്മനെ കൈപ്പിടിച്ച് ആ ചേരിലേക്ക് ഇവിടെ ഇരിക്കേ. അവിടെ ഇരിക്കേ. ഇവിടെ ഇരിക്കേ. ചത്തുപോയ കാണാനാ? ചത്തുപോയ കാണാനല്ല, നിങ്ങൾ അതിക്ക് നോക്ക്. നീ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ അമ്മമ്മ എന്റെ വീട്ടിലേക്ക് വിരുന്നിരിക്കാൻ വന്നിരിക്കുകയാണ്. ഞാനൊരു ട്രിപ്പ് പോയി വീട്ടിലേക്ക് വരുമ്പോ കണ്ട കാഴ്ച ഇതാണ്. അമ്മമ്മയും അച്ഛമ്മയും ഒരുമിച്ചിരിക്കുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്റെ അമ്മമ്മ എന്റെ വീട്ടിലേക്ക് വിരുന്നിരിക്കാൻ വരുന്നത്. അമ്മമ്മ വന്ന സന്തോഷത്തിൽ ഒരുപാട് നേരം അമ്മമ്മയായിട്ട് സംസാരിക്കുകയും സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യേണ്ടത് ഞാൻ. പക്ഷെ അവിടെ ഒരു വലിയൊരു പ്രശ്നമുണ്ട്. അച്ഛനോടുള്ള സ്നേഹം കുറയുമെന്ന് അച്ഛമ്മന്റെ എനിക്ക് മനസ്സിലായി. അമ്മമ്മ ആദ്യമായിട്ട് വന്നല്ലേ എന്ന് പറഞ്ഞ കടയിൽ പോയി ചിക്കനൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് വരുമ്പോഴേക്കും അമ്മയും അച്ഛനത് മീൻ നേരാക്കിക്കൊണ്ടിരിക്കണം. അച്ഛമ്മ ചിക്കൻ കൂട്ടില്ല. ഇനി ഇതിന്റെ പേര് വഴക്കാനുണ്ടാകുന്നതുകൊണ്ടാണ് മീൻ വാങ്ങിച്ചത്. ഇവര് രണ്ടുപേരും രണ്ട് ശൈലിയിലുള്ള ആൾക്കാരാണ്. അമ്മമ്മ എപ്പോഴും രാവിലെ കുളിച്ച് തോർത്തൊക്കെ ഇതുപോലെ ഇട്ട് നീറ്റായിട്ട് എപ്പോഴും ഇരിക്കുക. പിന്നെ എപ്പോഴും ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് വെളിയിൽ ഇറങ്ങുക. അച്ഛമ്മ പിന്നെ 3 ദിവസം കൂടുമ്പോ ഒരിക്കൽ കുളി. ചെരുപ്പ് വേണമെന്നൊന്നുമില്ല. ചെരുപ്പ് ഇട്ടില്ലെങ്കിൽ പിന്നെ വീട്ടിൽ കഴിഞ്ഞ അമ്മമ്മ അപ്പോഴേക്കും അയ്യോ എന്ത് ദോഷമാണ് അതെങ്ങനെ പരിഹരിക്കുക എന്നൊക്കെയാണ് അമ്മമ്മ ചോദിക്കുന്നത്. പക്ഷെ അച്ഛമ്മക്ക് ഇതിലൊന്നും വിശ്വാസവും ഇല്ല. പോരാത്തതിന് മൈൻഡ് കൂടെ ചെയ്യാത്ത പോലെയാണ് ഇരിക്കുന്നത്. അച്ഛമ്മ നേരെ മാർക്കും മൈൻഡ് കൂടി ചെയ്യുന്നില്ല. പിന്നെ എന്റെ അമ്മമ്മ ഫോണിൽ സംസാരിക്കുകയാണെങ്കിൽ 50 മീറ്റർ അപ്പുറത്തുള്ള ആളുകൾക്ക് വരെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. അത്ര ശബ്ദത്തിലെ സംസാരിക്കുക. അതുകൊണ്ട് എല്ലാ കാര്യം എല്ലാവരും അറിയും. പിന്നെ അമ്മമ്മന്റെ കയ്യിൽ നഖം ഉണ്ടല്ലോ എന്നുകൊണ്ട് നഖം വെട്ടി കൊടുക്കണം. അച്ഛമ്മന്റെ കയ്യിൽ നഖം ഇല്ലെങ്കിൽ പോലും വെറുതെ പണം ഉണ്ടാകുന്നതുകൊണ്ട് അച്ഛമ്മനെയും വെറുതെ വെട്ടി കൊടുക്കണം കേട്ടോ. അപ്പൊ പിന്നെ എന്റെ അമ്മമ്മയ്ക്ക് പല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് ചോറിന് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. പിന്നെ സീരിയൽ സമയം തുടങ്ങി. അമ്മമ്മ നോർമലായിട്ട് ഇതുപോലെ ഇരുന്ന് തന്നെ ഉള്ളൂ. നിങ്ങളെ വീട്ടിലെ കുറച്ചുനാൾ ഇല്ലാണ്ട് ആകെ മൂഡ് ഓഫ് അല്ലേ? ഒരു ഉഷാറില്ല. ഞങ്ങൾ ഇത്ര നാൾ വീട്ടിലില്ലാണ്ട് ഉഷാർ വന്നു. നിങ്ങൾ അവിടെ പോയിട്ട് ഇങ്ങനെ ഇരുന്നാ അല്ലേ? 10 ദിവസം മിസ് ചെയ്ത തന്നെ. മിസ് ചെയ്താ ആൾക്കാർ പരിചരിച്ചിരുന്നു നിന്നെ ഞാൻ അന്വേഷിക്കുമ്പോഴേ. ഓക്കെയല്ലേ? ഓക്കെയല്ലേ? അച്ഛമ്മയ്ക്ക് പഴയ ഒരുപാട് ഉഷാറൊന്നും ഇല്ല. കാരണം ബ്രദർ മരിച്ചിട്ട് എപ്പോഴും മൂഡ് ഓഫും കരച്ചിലും തന്നെ അച്ഛമ്മയ്ക്കുള്ളൂ. മാക്സിമം ആക്റ്റീവാക്കി കൊണ്ടുവരണം. ഇനിയുള്ള വീഡിയോസിലൊക്കെ അച്ഛമ്മ കുറച്ചൊക്കെ എടുത്തെടുത്ത് അച്ഛമ്മനെ സിനിമയൊക്കെ കാണിച്ചു കൊടുത്ത് ഇടയ്ക്ക് ആക്റ്റീവാക്കി കൊടുക്കണം. എന്താ ചെയ്യുക, പ്രായം അച്ഛമ്മൻ്റെ ബ്രദറാണ്. എന്തൊക്കെ പറയുന്നറിയോ ബ്രദറിനെ കുറിച്ചിട്ട്? എൻ്റെ ബ്രദറാണ് എനിക്ക് സ്ഥലം വാങ്ങിച്ചത്, തെങ്ങ് വെച്ച് തന്ന് എൻ്റെ ബ്രദറാണ് എന്ന് നോക്കിയത്. എല്ലാം എന്തൊക്കെ പറയുന്നറിയോ? അതെങ്ങനെ അച്ഛമ്മൻ്റെ പറയണമെന്ന് അങ്ങനെ അറിയില്ലായിരുന്നു. മരണപ്പെട്ടു എന്നേ. അച്ഛൻ പേടിച്ചിട്ടാണ് ഞങ്ങൾ അച്ഛമ്മനെ അവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയത്. എന്തോ ഒരു ഭാഗ്യം. ഇപ്പോൾ അച്ഛമ്മ വിചാരിച്ച പോലും ലോക്കേറ്റ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പം ഇനി ഉള്ള വീഡിയോയിൽ അച്ഛമ്മനെയൊക്കെ ഇൻക്ലൂഡ് ആക്കാം മാക്സിമം.